അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേലും ഹമാസും ഒക്കെയായിട്ട് ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രയേൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായി തന്നെ നമുക്ക് വിശദീകരിക്കാം. വീഡിയോയിലേക്ക് പോകാം. വീണ്ടും വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗസയിലും ജെനിനിലും അതിരൂക്ഷമായ ആക്രമണം തുടരുന്നു. അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഗസയിലും ജെനിനിലുമായി ഏതാണ്ട് 10 പേരോളമാണ് ഈ കഴിഞ്ഞ ദിവസം മാത്രം മരിച്ചു വീണത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിലേക്കുള്ള വൈദ്യുതി, കുടിവെള്ള വിതരണം, ഇലക്ട്രിസിറ്റി എന്നീ സംവിധാനങ്ങൾ എല്ലാം പൂർണ്ണമായി വിച്ഛേദിച്ചതിന് ശേഷമാണ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലി മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചവരെയാണ് വെടിവെച്ചത് എന്നാണ് ഇസ്രയേലിൻ്റെ ന്യായീകരണം. ഈ ന്യായീകരണം തീർത്തും അസംബന്ധമാണ്, തെറ്റാണ്. അങ്ങനെയൊരു സംഭവം തന്നെയില്ല. എന്നാൽ ഹമാസ് പറയുന്നത് യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഏകപക്ഷീയമായി ഇസ്രയേൽ ഹമാസുകാർക്ക് നേരെ, അവിടുത്തെ സിവിലിയൻസിന് നേരെ, സാധാരണക്കാർക്ക് നേരെയൊക്കെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഹമാസ് പറയുന്നത്. അതിൻ്റെ ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിൻ്റെ വംശഹത്യയിൽ 48,503 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും വളരെ വളരെ അധികമാണ്. അതിനിടെ വൈദ്യുതിയും ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവുമെല്ലാം തടഞ്ഞ് ഗസക്കുമേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഖത്തറും ജോർദാനും ആരോപിക്കുന്നു. നിലവിൽ ഗസയിൽ 10ൽ ഒരാൾക്ക് മാത്രമാണ് ശുദ്ധമായ കുടിവെള്ളം പോലും ലഭിക്കുന്നതെന്ന് യൂണിസെഫിന്റെ കണക്ക് പ്രകാരം വ്യക്തമാവുന്നു. കുടിവെള്ള വിതരണം, വൈദ്യുതി എന്നിവ വിച്ഛേദിച്ചതിലൂടെ ഗസയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണെന്ന് യൂണിസെഫ് പറയുന്നു. യൂണിസെഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥ റൊസാലിയ ബൊലൻ ആണ് ഈ കണക്ക് വ്യക്തമാക്കിയത്, ഈ കാര്യങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞത്. അതിനിടെ ഹൂത്തികൾ പറയുന്നു, ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞാൽ, കുടിവെള്ളം തടഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് അതിശക്തമായ മാരകമായ ആക്രമണമായിരിക്കും എന്ന് ഹൂത്തികൾ പറയുന്നു. അവർ മറ്റൊന്നുകൂടി പറയുന്നു, ചെങ്കടലിലൂടെ ഇസ്രയേലിൻ്റെയോ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളോ ഒരെണ്ണത്തിന് അതിലെ സഞ്ചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതിനു നേരെ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടും എന്ന് പറയുന്നത് ഹൂത്തികളാണ്. ഹൂത്തികൾ ഒന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഈ കണ്ട കാലം അത്രയും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും ഈ വിഷയം സത്യത്തിൽ രമ്യമായി പരിഹരിക്കപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. ഇനി ഞങ്ങളെ കൊണ്ട് ആക്രമണം തുടങ്ങിപ്പിച്ചാൽ, വീണ്ടും അറ്റാക്കിലേക്ക് ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ചാൽ ഈ കലാപം, ഈ ആക്രമണം പെട്ടെന്നെങ്ങും നിൽക്കാൻ സാധ്യതയില്ല എന്നുകൂടെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.